ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് നമ്മൾ എടുത്തുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് മെയിൻ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്ലഗ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. പ്ലഗ് ഓൾറെഡി പൊട്ടിയിരുന്നുണ്ട്, അപ്പോൾ പ്ലഗ് മാറ്റിയിട്ടുണ്ട്. പിന്നെ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ 2 ഐറ്റം തോട്ടിൻ്റെ വാൽവും ഈ സ്ലോ ജെറ്റും മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു പ്രോബ്ലമാണ് മെയിനായിട്ട് വന്നിട്ട്. കാരണം പെട്രോളിൽ E20 എന്ന് പറയുന്ന പെട്രോളാണ്, എത്തനോളാണ് 20% വരെ. അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസാണ് വന്നതാണ്. അത് നമ്മുടെ കാർബറേറ്ററിനും ബാധിച്ചിട്ടുണ്ട് നിലവിൽ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല, വണ്ടി സ്റ്റാർട്ടിങ് ആണോ ഒക്കെ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പെട്രോൾ ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കംപ്ലയിൻറ്റ് കാണിച്ചു. ഒരു പ്രാവശ്യം കംപ്ലയിൻറ്റ് കാണിച്ച കാരണമാണ് നമ്മളതിൻ്റെ ഈ ഫ്ലോട്ട് വാൽവ് എന്ന് പറഞ്ഞ ഈ ഒരു യൂണിറ്റ് മാറ്റിയിട്ടാണ്. പിന്നീട് കംപ്ലയിൻറ്റ് വന്നിട്ടില്ല, പക്ഷേ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഓൾറെഡി കാർബറേറ്ററിന് തേയ്മാനം വന്നിട്ടുണ്ട്. തന്നെയല്ല ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ വന്ന പ്രശ്നങ്ങളാണ് അത് മെയിനായിട്ട്. കാർബറേറ്റർ ഈ ടാങ്കിൽ നിന്ന് വന്ന ഈ പെട്രോളിൻ്റെ ടാപ്പ് ഉണ്ടല്ലോ, ആ ടാപ്പ് ഓൾറെഡി കംപ്ലയിൻ്റ് ആയി. വലിയ പഴക്കമുള്ള ടാപ്പ് അല്ലാതെ ഇരിക്കണേ, പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ആ സെക്ഷൻ കംപ്ലയിൻ്റ് ആയി. കാരണം ഇപ്പോൾ ഫുൾ ടൈം ത്രൂ ഔട്ട് ലൈൻ പെട്രോൾ വന്നു നിൽക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ പെട്രോളുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റിൽ വന്ന എല്ലാ സാധനങ്ങളും ഡാമേജിലേക്ക് പോവുകയാണ്. അതാണ് അതിൻ്റെ മെയിൻ റീസൺ. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ കംപ്ലയിൻറ്റ് ഇപ്പോൾ പെട്രോൾ ഓവർഫ്ലോ കാണിക്കുകയാണെന്ന്, പെട്രോൾ താഴേക്ക് ഇങ്ങനെ ചാടി പോകുന്ന കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത 90% ഉണ്ട് നമ്മുടെ വണ്ടിക്ക് കേട്ടോ. ഒരു പ്രാവശ്യം കാണിച്ചു, പഴിച്ച് ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം ഒരു പ്രാവശ്യം കാണിച്ചു. അതിന് ശേഷമാണ് ഞാൻ ഈ ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് മാറ്റിയത്. പക്ഷേ എന്നാലും റിപ്പീറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ടാപ്പ്, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ടാപ്പും ഈ കാർബറേറ്റർ അസംബ്ലി മാറ്റി വെക്കാനാണ് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല. അത് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിൻ്റെ ഒരു പ്രോബ്ലമാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. അതാണ് അതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ കണ്ട പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.